സൂര്യ കോമഡിയുടെ എല്ലാ പ്രേക്ഷകർക്കും കുക്കോ കുക്കിന്റെ പുതിയൊരു ബ്രാൻഡ് എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്കറിയാം ഉച്ച സമയമാണ്, 12-12:30 ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ പോയി വെയിറ്റ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ആ കറക്റ്റായിട്ട് ഇന്ന് നല്ല കിടിലൻ ബീഫാണ് നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. ബീഫ് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഇനി എന്തൊക്കെ വെറൈറ്റീസ് ആയിരിക്കും എന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം നമ്മുടെ ഷെഫിൻ്റെ കാര്യം അറിയാലോ, എന്താണ് റെസിപ്പി എന്നുള്ളത് വന്നു കഴിഞ്ഞിട്ട് അപ്പോഴായിരിക്കും ചിലപ്പം റെസിപ്പി മാറ്റുന്നുണ്ടാവും ഷെഫ്. അതുകൊണ്ട് തന്നെ ഷെഫിനെ വിളിച്ച് വരുത്തിയിട്ട് ഈ പരിപാടികളൊക്കെ നടക്കുള്ളൂ. അതുപോലെ തന്നെ സ്പൈസസ് കാണുന്നുണ്ട്. പൊതുവേ ഷെഫ് സ്പൈസസ് അധികം യൂസ് ചെയ്യാറില്ല. പക്ഷെ ഇന്നത്തെ നമുക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും അങ്ങനെ കുറച്ച് പൊടികൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് വെറൈറ്റി ഡിഷാണോ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി ആദ്യം നമ്മുടെ ഷോയിൻ്റെ എല്ലാമായിട്ടുള്ള നമ്മുടെ മാജിക് ഷെഫ്, എല്ലാ രീതിയിലും ടാലൻ്റ് ആയിട്ടുള്ള ഈ അടുത്താണെങ്കിൽ ഇപ്പോൾ ഫുൾ പുറത്താണ്. സോ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ? അപ്പോൾ നമുക്ക് ഷെഫിനെ ഇൻവൈറ്റ് ചെയ്യാം. ലെറ്റ്സ് ഇൻവൈറ്റ് ഷെഫ് നാളെ. ഹലോ. ഇന്ന് ഫുൾ ലുക്കിനൊരു ചെറിയ മാറ്റമുണ്ട്. നിങ്ങൾക്ക് സൂക്ഷിച്ച് ഷെഫിനെ സൂം ചെയ്ത് നോക്കുന്നവർക്ക് അറിയാം, ഷെയ്ഡ്സ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. മാറ്റിയിട്ടുണ്ടെന്നല്ല, നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെന്നേ പറയുള്ളൂ. എന്താണ് ഒന്ന് തരുമോ? ഞാനൊന്ന് എനിക്കിട്ട് നോക്കാൻ പറ്റുമോ? സോറി, ഷെഫിന്റെ ഷെയ്ഡ്സ് ഷെഫ് വേറെ ആർക്കും കൊടുക്കാറില്ല. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ഗസ്റ്റിനെ വിളിക്കാം. ഗസ്റ്റിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. നമുക്ക് കേരളത്തിൽ എല്ലാവർക്കും ആന്റീനെ അറിയാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ വൈബ്രന്റ് ആയിട്ടുള്ള, ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള, നമുക്ക് കുറച്ചു നേരം ഒന്ന് സംസാരിക്കുമ്പോഴത്തേക്കും അയ്യോ ഇത്രയും നല്ലൊരു പാവമാണല്ലോ, ഭയങ്കര എനർജറ്റിക് ആണ്, ഫുൾ ഓഫ് എനർജിയാണ് ഫുൾ ടൈം. അത് മാത്രമല്ല നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കുവാണെങ്കിൽ ഒത്തിരി നിറഞ്ഞു നിൽക്കുവാണ്. പിന്നെ ഹലോ കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ഫാൻസ് കൂടുതലാണ്, എന്ത് ചെയ്യാനാ. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് റിമി ടോമി എന്ന് പറയുന്ന, അതെ അല്ലേ, ഒരു നമുക്ക് വേണ്ടി തന്നെ നമ്മുടെ സ്വന്തം റാണി ടോമി, റാണി ആന്റീനെയാണ് നമ്മൾ ഇന്ന് ഇൻവൈറ്റ് ചെയ്യുന്നത്. റാണി ചേച്ചീനെയാണ് നമ്മൾ ഇന്ന് ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ ചേച്ചിന്ന് വിളിക്കണം, ആന്റിന്ന്. എന്റെ പൊന്നു മോളെ എന്ത് വേണം വിളിച്ചു, നമസ്കാരം. ഷെഫിനെ കണ്ടത് ദൈവത്തെ കാണുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഇത്രയും വലിയൊരാളല്ലേ, ആരാധനയോടെ ഞാൻ നോക്കുകയാണ്. ആരാധനയെ പോലെ ആരാധനയായിട്ട് കുക്കിന്റെ എന്താ വെച്ചാൽ നമ്മുടെ ഫുഡിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അതാണ് ഏറ്റവും വലിയ കഴിവ്. ഓരോ മനുഷ്യർക്കും ഫുഡ് കൊടുക്കും, ആ സൂപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് നിറയും. അതിന്റെ വലിയ ആളാണ് ഈ നിൽക്കുന്നയാള്. മോളെ സുന്ദരി കുട്ടി, എന്തായാലും ഞാൻ ഒന്നുകൂടി ഇവിടെ വന്നു. അയ്യോ സുന്ദരി കുട്ടി തന്നെയാണ്. സുന്ദരി കുട്ടി ഞാനൊന്നുമല്ലേ, രണ്ട് വലിയ ഹൈറ്റ് ഉള്ള ആൾക്കാരുടെ ഒരു കുട്ടി, ഒരു കുഞ്ഞുതേ, ഒരു കുക്കർ പോലെ ഞാനും. നമുക്കിപ്പോ മനസ്സിലാവുന്നു ഇങ്ങനെ ഭയങ്കര സന്തോഷം. എന്നെ നിങ്ങൾ രണ്ടോടി പൊക്കി പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ പറഞ്ഞത്. പക്ഷേ ഉങ്ങി പൊക്കി ഞാനിപ്പോ അവിടെ മുട്ടുമെന്ന് എനിക്ക് തോന്നി. അതോടെ എനിക്ക് ഭയങ്കര രോമാഞ്ചമൊക്കെ തോന്നി. സത്യം. എന്നിട്ട് എനിക്ക് ഓടി ഇങ്ങോട്ട് വരുവാ. ഫ്രൂട്ട്സ് കടയോ കണ്ടായിരുന്നു? ആണോ? അവിടെ രണ്ടെണ്ണം കഴിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ രണ്ടുപേരും നല്ല സൗന്ദര്യമായിട്ട് നിൽക്കുമ്പോഴേ അപ്പൊ ഞാൻ ഇച്ചിരിയെങ്കിലും ആണോ? ഈ കൊച്ചിനി ഒരുങ്ങും, എന്നെ കണ്ട എല്ലാരും ഒരുങ്ങും. ഇപ്പൊ ഡാൻസ് പഠിക്കാനൊക്കെ എല്ലാരും തുടങ്ങി. ഞാൻ പണ്ട് 3.5 വയസ്സ് ഡാൻസ് കളിക്കാൻ തുടങ്ങിയതാ. പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ ഉള്ളവരെ അതോ അത് 6 മാസമായപ്പോ നമ്മള് ഉരുളിയിൽ ചാഞ്ചാടുണ്ണി വരുമ്പോഴേ ഞാൻ ഇങ്ങനെ ചാഞ്ചാടുണ്ണി ചെരിഞ്ഞാടുണ്ണി ഇങ്ങനെ ഞാൻ ചെയ്യുമായിരുന്നു. ഉരുളിയില് പാനി പറ്റിച്ച ഉരുളിയില്ലേ, അന്ന് തുടങ്ങി ഇതുവരെ നിർത്തിയിട്ടില്ല. അവരൊക്കെ മറന്നു, പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നുമല്ല. അപ്പൊ എന്താണ് കുക്ക് ചെയ്യുന്ന ഡിഷിന്റെ പേരെന്ന് പറയോ ഷെഫ്? ഇതാണ് പാവപ്പെട്ടവന്റെ മട്ടൻ ബീഫ് മസാല. ഓക്കെ, ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് പാവപ്പെട്ടവന്റെ മട്ടൻ ബീഫ് മസാല. അതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. ഓക്കെ, ഇതാണ്. അതെ. അപ്പൊ ബീഫ് വേവിക്കുന്നത് നമ്മൾ കുറച്ച് മട്ടന്റെ സൂപ്പിന്റെ സാധനം കൂടെ ആഡ് ചെയ്യണം. കാരണം പാവപ്പെട്ട ആൾക്കാർക്ക് ഇന്ന് 1000 രൂപയാണ് 1 കിലോ മട്ടന്റെ.
അല്ലേ? ഇതാകുമ്പോഴത്തേ നേരെ 450 രൂപയ്ക്ക് നല്ല പോത്തിറച്ചി കിട്ടും. നല്ല ദശ നല്ല മാത്രമേ നല്ല പോത്ത്. ഈ പോത്ത് അതെ പശളയൊന്നും ഇല്ല. ആരില്ല ആയിക്കോട്ടെ. ഇങ്ങനെ വെറുതെ കഷ്ണങ്ങളാക്കിയാ പോരെ ഷെഫേ? വെറുതെ അല്ല, നല്ല വൃത്തിയായിട്ട് ആണോ? നല്ല വൃത്തിയാണ് ഇതെല്ലാം. അയ്യോ, ഞാന് ഷെഫിൻ്റെയോട് ഒന്ന് ഉണ്ടാക്കാൻ പറ്റിയത് എൻ്റെ ജീവിതത്തിലൊരു ഭയങ്കര ഒരു ഭാഗ്യമാണ്. അതെ. അപ്പൊ നമ്മള് കുക്കർ ഓൺ ആക്കാണ്. ഇങ്ങനെ ഓണാക്കാവോ? ഇത് മറ്റേ കത്തിക്കണ്ട അല്ലേ? വേണ്ട വേണ്ട, ഗ്യാസ് സ്റ്റൗ ഷെഫിന്റെ ഓരോരോ സില്ലി കണ്ടുപിടുത്തങ്ങൾ, വളരെ ബുദ്ധിപരമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ. അപ്പൊ ആദ്യം കുക്കർ ഒന്ന് ചൂടാക്കിയിട്ട് എണ്ണ അതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്തത്. അവിടെ ഉണ്ടാക്കുന്നത് തന്നെ ഉണ്ടാക്കണം. ഏതെണ്ണയാ? ഇതല്ലേ? ഇത് ഫുള്ള് ഒഴിക്കണോ? ഫുള്ള് ഒഴിച്ചിട്ടില്ല, ഇത്രയും ബാക്കിയുണ്ട്. കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. ഇത് മുറിച്ചിട്ടുണ്ട്, പകുതി ആക്കിയിട്ടുണ്ട്. മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സവാളക്ക് ക്യാബേജ് ആണല്ലേ? ഓക്കെ. സ്റ്റെപ്പിട്ട് പോലെ തന്നെ മുളക് പൊടി മൊത്തം ഒഴിവിട്ടു. സവാളയൊന്നും അരിയാൻ വയ്യ, മടിയാണ്. നമുക്ക് ഇങ്ങനൊരു പരിപാടി നമുക്ക് ചെയ്യാം. മക്കൾക്കൊക്കെ കണ്ണെരിയാതെ ഉള്ള പരിപാടിയാണ്. പാവപ്പെട്ട ഇന്നത്തെ തലമുറയ്ക്ക് വീട്ടിൽ നിന്ന് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ അങ്ങോട്ട് ശ്രദ്ധിപ്പിച്ചിട്ട് അങ്ങ് പണി അങ്ങ് ചെയ്യാം. നമുക്ക് ചെയ്യാം. കുറച്ച് ജീരകം ഇട്ടിട്ടുള്ളൂ. കുറച്ച് ജീരകം, അത് മതി. നമ്മളിവിടെ കുറച്ച് ബിസിയാണ്. നമ്മളിങ്ങനെ ഇത് പച്ചമുളകും കൂടി അങ്ങ് ഇടാം. ഞാൻ കീറാം. ക്യാബേജ് ഇട്ടു. ഇച്ചിരി വെളുത്തുള്ളി ഇട്ടായിരുന്നോ? അതാ വെളുത്തുള്ളി ഇടുന്നേ. അത് കുറച്ച് കഴിഞ്ഞിട്ട് തോന്നുന്നു. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ ഇടുന്നുണ്ട്. മെനക്കെടാതെ അല്ലേ? കുറച്ച് മെനക്കെട്ട പരിപാടിയാണ് കേട്ടോ ശരിക്കും. ഇന്ന് കുറച്ച് കൂടുതൽ എനിക്ക് വന്ന് നല്ലവരും അറിയുന്ന പറയണം മോളോട്. ഒരു മാജിക്കാരനെ പരിചയപ്പെട്ടു കേട്ടോ അല്ലേ? വെളുത്തുള്ളി, ഇഞ്ചി ഇട്ടു. എന്തൊക്കെയാ ഇട്ടെന്നൊന്ന് പറഞ്ഞു കൊടുക്കണല്ലോ. മല്ലിയില നമ്മൾ ധാരാളം ഇട്ടോളൂ. അപ്പം അതിന് ശേഷം ഉള്ളിയും കറിവേപ്പിലയും മല്ലിയിലയും കൂടെയാണ് ആഡ് ചെയ്യുന്നത്. മല്ലിയില ഇപ്പോഴും ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ മട്ടൻ്റെ സൂപ്പ് 100 രൂപ എടുത്തു കഴിഞ്ഞാൽ സൂപ്പിന്റെ സാധനം കിട്ടും. ലേശ സൂപ്പിന്റെ കൊഴുപ്പും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ബീഫ് കുക്ക് ചെയ്യണം. ഉള്ളി ഇപ്പൊ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി ഇട്ടേ ഷെഫ് ഇട്ട പോലെ തന്നെ നന്നായിട്ട് മോനെ. ഓക്കെ, അപ്പം ഷെഫ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയേക്കുവാണ്. ഷെഫ് ഈ ഡിഷിന്റെ പേര് പറഞ്ഞത് തന്നെ പാവപ്പെട്ടവരുടെ മട്ടൻ മസാല എന്നാണ് പറഞ്ഞത്. അപ്പം ഇതിൻ്റെ അകത്ത് ബീഫും, നല്ല ബീഫ് ഇറച്ചിയും അതുപോലെ തന്നെ മട്ടൻ സൂപ്പും ആണ്. മട്ടൻ സൂപ്പിന്റെ പാർട്ടിക്കൽസ് അല്ലേ? അങ്ങനെ പറയാൻ തോന്നുന്നു. തെറ്റുണ്ടെങ്കിൽ എന്നെ തിരുത്തണം. അപ്പോൾ നമ്മൾ ഇന്ന് യൂസ് ചെയ്ത എണ്ണ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ രുചിക്കാണെങ്കിൽ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് സൂര്യപ്രകാശത്തിലും ഡ്രയറിലും ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നുള്ള വെളിച്ചെണ്ണയാണ്. സൂപ്പർ വെളിച്ചെണ്ണ അല്ലേ? കാണാനും നല്ല ക്ലിയർ ആയിട്ടുണ്ട്, ട്രാൻസ്പെറന്റ് ആയിട്ട്. ഇത് നമ്മുടെ ഉദുപ്പാൻസ് വെളിച്ചെണ്ണയാണ്. ഉദുപ്പാൻ സന്തോഷമായില്ലേ? വേടിയായി ഇങ്ങനെ അടച്ചു വെച്ചില്ലേ? അവിടെ കേട്ട് ഇവിടെ അടിക്കും. 12 വിസിലടിക്കണം. 12 വിസിലടിക്കുന്നവരെ നമുക്ക് വിശേഷമൊക്കെ പറഞ്ഞിരിക്കാം. അപ്പം റാണിമ, എന്തൊക്കെയാണ് കുക്ക് വിശേഷങ്ങൾ? വീട്ടിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഓരോ ഇതുപോലെയൊക്കെ ഓരോ കുക്കിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ അടിച്ചു പൊളിച്ച വീഡിയോസ് ഒക്കെ ഇട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. അതിന്റെ ചുമ്മാ പൊട്ട കുറച്ചും പുളിശ്ശേരിയും കുറച്ച് ബീഫ് അരിച്ചൊളിച്ചും കുറച്ച് മീൻകറിയും വെക്കാനേ എനിക്ക് അറിയത്തുള്ളൂ. ഷെഫിന്റെ അടുത്ത് ഞാൻ വന്നു വെറൈറ്റി ഒക്കെ എനിക്കൊന്നും ഇപ്പൊ തന്നെ ഒരു 48 അത്രയും കൊണ്ട് എപ്പിസോഡ്. അപ്പൊ അത്രയും ഓരോ ദിവസം വെറൈറ്റി ആയിരുന്നല്ലേ? അപ്പൊ ഞാൻ അതെല്ലാം കുത്തിയിരുന്നൊന്ന് കാണുന്നുണ്ട്. അപ്പൊ എന്താ ഏറ്റവും കൂടുതൽ കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള സംഭവം? ഏറ്റവും കൂടുതൽ കുക്ക് ചെയ്യാൻ എനിക്ക് പുളിശ്ശേരി വെക്കാനാണ് ഇഷ്ടം. കാരണം എനിക്ക് അതാ ഏറ്റവും ഇഷ്ടം. എനിക്ക് 360 ദിവസം പുളിശ്ശേരി വേണം. ഇത് പുളിശ്ശേരി വേണം. അത് ഞാൻ വെക്കുന്ന പുളിശ്ശേരി. ഈ പുളിശ്ശേരി കഴിച്ചതിന്റെ ഭാഗമായിട്ടാണോ റിമിക്ക് കഴിവ് വന്ന് ചേർന്നത്? റിമി ചോറിനെ ഉരുട്ടി വായിലോട്ട് കൊടുത്തു.
പാട്ടിലേക്ക് കടക്കാം. അല്ല ഡാൻസും പാട്ടും കൂടെ ആദ്യം ഡാൻസ്. ഓക്കെ. അപ്പൊ നേരത്തെ റാണിമ പറഞ്ഞായിരുന്നു നമുക്കൊരു ഡാൻസ് ചെറിയൊരു 2 വരി പാട്ടിന്റെ കൂടെ തന്നെ ഒരു ഡാൻസും കൂടെ. അപ്പൊ നമുക്ക് അതേത് കണ്ടാലോ? ദൈവമേ. മൃദുത്വമൊക്കെ മനസ്സിൽ വന്നു. തോം ദത്തനനന തോം ദത്തനനന തോം ദ തോം ദ തോം ദത്തനനന കണ്ണനായാൽ രാധ വേണം രാമനായാൽ സീത വേണം ഹൃദയം നിറയെ പ്രണയം പകരാൻ നാഥനായി നീ കൂടെ വേണം. പെട്ടെന്ന് ഈ ഇതിന്റെ ഇടയിലായിപ്പോഴേ എനിക്ക് മസാലയുടെ എല്ലാം മണകൂടെ എന്തൊക്കെയോ ഒരു സ്മെല്ല് വരുന്നുണ്ട്. നന്നായി കഴിക്കാം. നമ്മൾ ഇന്ന് യൂസ് ചെയ്തേക്കുന്ന കറി പൗഡറുകളെല്ലാം ശാന്താസിന്റെ കറി പൗഡറുകളാണ്. ഓൾസോ അതിൻ്റെ കൂടെ തന്നെ ഇതിൽ മില്ലറ്റ് റൈസ് പൗഡറുകളും ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് യൂസ് ചെയ്തേക്കുന്ന പൗഡേഴ്സ് എല്ലാം ശാന്താസിന്റെ ആണ്. അപ്പം യെസ്, നമ്മുടെ അവസാനത്തെ പരിപാടികളും കഴിയാറായി. ഗ്യാസിന്റെ മണം വരുന്നുണ്ടോ? ഓക്കെ. അവസാനം തക്കാളിയും കൂടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ മുറിച്ച് വെച്ച് ഇടണ്ടേ? പോയിട്ടില്ല. ഇതിനകത്ത് മുളക് പൊടി വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. പിന്നെ ഇതിനൊന്ന് മലയാളീകരിച്ച് കേട്ടോ. മാത്രമല്ല ഇതിനകത്ത് പട്ടയില്ല, ഗ്രാമ്പുമില്ല, ഏലക്കിലൊക്കെ ഭയങ്കര വിലയുള്ള സാധനമായിരുന്നു. പെരുംജീരകമില്ല, ഒന്നുമില്ല, ആക്ച്വലി ഒന്നുമില്ല. പാവപ്പെട്ടവൻ്റെ അല്ലേ, സാധാരണക്കാരൻ. വെള്ളവും വേണ്ട, കാശല്ലേ വേണ്ട. അതെ, വെള്ളം പോലും ഒഴിച്ചില്ല അല്ലേ? അതെ, വെള്ളം പോലും ഇല്ല. തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. അതെ, തേങ്ങാപ്പാൽ ഞാൻ ഒഴിക്കുന്നത് എനിക്ക് നമ്മളിവിടെ പിസിലൊക്കെ അടിച്ച് തീർന്നു. ഇതെടുത്തു തുറന്നു കാണട്ടെന്നാ ഷെഫ് പറയുന്നത്. നോക്കട്ടെ എങ്ങനെ. നല്ല മണമുണ്ട് കേട്ടോ. അടി പിടിച്ച ഇല്ല, ഇവിടെ നമ്മൾ വെള്ളം ഒഴിക്കാൻ വെള്ളമുണ്ട്. എന്റെ പൊന്നു എന്നെ സൂപ്പറാ നോക്കി. എന്നാ മണവാ. വേറെ പാട്ട് പാടും. പഴയ പാട്ട് അറിയത്തു. പഴയ പാട്ട് രാമന്റെയും കാലത്തെയാണോ? അല്ല, പിന്നെ അതിലും പഴയതാ. 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചോണ്ടിരിക്കുമ്പോ സ്കൂൾ യുവജനോത്സവത്തിനൊക്കെ പാടുമായിരുന്നു. കൊച്ചി ജനിച്ചിട്ടില്ല. കൊച്ചി ജനിച്ചിട്ടില്ല. അച്ഛനമ്മയും ജനിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഷീലാമ്മയുടെ ഒരു പാട്ട് ശകലം പാടാം. ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു ഭൂമി കന്യക പുഞ്ചിരിച്ചു അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗം നിനിച്ചു ആദ്യമായി അനുരാഗം നിനിച്ചു. അടിപൊളി. ഈ ചാനലിലുള്ള ആരും ഇന്നും ഒരു പാട്ട് കേട്ടിട്ടില്ല. ഇല്ല, പഴയ പാട്ടല്ലേ. ഫേമസ് സിനിമയാ നമ്മുടെ ഷീലാമ്മയുടെ. ഞാനിതായാലും ഷെഫേ, ഷെഫ് ഇന്നലെ രാത്രി ഇന്ന് ആലോചിച്ചുണ്ടാക്കിയതാണ്. ഞാൻ ഉറക്കത്തിൽ 2 മണിയാകുമ്പോൾ ചാടിയടി. അതെയല്ലേ ചാടിയടി. ഇപ്പൊ ഈ ഓരോരുത്തർ യുറേക്ക എന്ന് പറഞ്ഞിട്ട് വരുന്നല്ലേ. ഇപ്പൊ ഈ കറി പെട്ടെന്ന് ഷെഫ് ഉണ്ടാക്കിയതാണ്. എന്റെ മോൻ ചാടി എണീറ്റ് ഓടുകയും ചെയ്തു. ആരാടാ യുറേക്കാന്ന് ചോദിച്ചു. അപ്പൊ ഈ കറി അങ്ങോട്ട് ഓടെ കൊടുത്താൽ ഞാൻ ഇന്നലെ രാത്രി ഇന്ന് ആലോചിച്ചത്. ചേച്ചി ഞാൻ രാത്രി 2 മണിക്ക് എണീറ്റ് വളം വെക്കാറുണ്ടോ? ഞാനോ? പിന്നെ എങ്ങനെ യുറേക്കാന്ന് പറഞ്ഞു? അതിനെച്ചാ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പഠിച്ചില്ലേ? ഷെഫ് എന്നാലും കുറച്ച് ആദ്യമായിട്ടാണോ ഇച്ചിരിയെങ്കിലും ഒന്ന് മിണ്ടാണ്ടിരുന്നത് അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ എന്നെയൊക്കെ ഇല്ലാണ്ടാക്കാറുണ്ട്. അത് ശരി. മോനെ നല്ല ടേസ്റ്റ് ഉണ്ട്. യെസ്, ഇതും നല്ല സൂപ്പറാണ്. കറക്റ്റാണ്. മോളെ നല്ല മണോ. ഇതിനകത്ത് എങ്ങനെയാ ഇത്ര ചാറ് വന്നേ? അതതിൻ്റെ അകത്ത് ഉപ്പൊക്കെ അല്ലേ മോളെ? ഉപ്പൊക്കെ നമുക്കൊരു ഇച്ചിരി ഉപ്പിന്റെ കുറവുണ്ട്, ശകലം. കൊതിവിടല്ലേ, ഞാൻ തരാം. മതി, അത്രയും മതി. ഓക്കെ.
ഇനി ജലദോഷം വരാത്തവർക്ക് ജലദോഷം വരും. മസാലയെല്ലാം മസാലയൊന്നും ഇല്ല കേട്ടോ. ഒന്നുമില്ല. രസം കാണാൻ തന്നെ. ആരെ ഇതേ ഈ മട്ടനും ബീഫും കൂടെ നല്ല ചുമന്ന കളറ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കി മറന്നു. ഇനി ചെന്നിട്ട് കണ്ടാ നമുക്കിത് ഉണ്ടാക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇട്ടപ്പോ കൊറേ നിറഞ്ഞിരുന്നില്ലേ, ഇപ്പൊ കുറച്ചേ ഉള്ളൂ. തേങ്ങാപ്പാൽ ഒഴിച്ചു. ഇനി തേങ്ങാപ്പാലുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിക്കാം. ഷെഫേ, എനിക്ക് കൈപ്പുണ്യുണ്ട് കേട്ടോ. അവിടെ എല്ലാരും പറയുന്നുണ്ട്. ഇവര് തന്നെ പറഞ്ഞായിരുന്നു. ഞാനന്ന് ബീഫ് ഉണ്ടാക്കി കൊടുത്തപ്പോഴേ ഞാൻ നല്ലപോലെ ഇങ്ങനെ ഇളക്കുവേ. ഇങ്ങനെ ഇളക്കുമ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമാണ്. ശരി, കൈപ്പുണ്യം ഉണ്ടെന്ന് പറയും. കുറച്ച് വെളിച്ചെണ്ണ ഇട്ടായിരുന്നു ഷെഫ്. ഇച്ചിരി വെളിച്ചെണ്ണയോ? വെളിച്ചെണ്ണ കുറച്ചുകൂടെ ഒഴിച്ചു. എന്താ എനിക്കറിയില്ല. ഒഴിച്ചില്ലേ? ഒഴിച്ചു. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. പിന്നെ അതിന്റെ കൂടെ വേറെ എന്താ കൂടെയാണ് ഇട്ടത്? നല്ല ഫ്രഷ് ഇച്ചിരി ഒഴിച്ചുള്ളൂ. അതില്ലേ ഇച്ചിരി മല്ലിയില ഇട്ടോ മോളെ. ഇതാ നമ്മുടെ മല്ലിയില. പിന്നെ വേറെ എന്തോന്നും കൂടെ ആഡ് ചെയ്യുന്നു. മല്ലിയിലയുടെ ചവ ഇരിക്കട്ടെ. കറിവേപ്പില. മല്ലിയില ഇരിക്കട്ടെ. കറിവേപ്പില എടുത്തോട്ടെ. അതാ കഴിഞ്ഞു. ഡൺ. ഇതേ കുറച്ച് കപ്പയും കൂടി വേവിച്ച് ഇതിനകത്തോട്ട് ഇട്ട് അതിന്റെ ടേസ്റ്റ് കിട്ടൂല. അറിയോ, നമുക്ക് പെയിന്റ് അടിക്കണം. അതെയോ? പക്ഷെ ഐസോട്ടിൽ അടിക്കരുത്. ശരിയാ. മോശമല്ലേ? പിടിച്ചോ. ഇനി ഞാൻ ചൂട് തന്നെന്ന് പറയരുത്. മട്ടൻ കറി കണക്കില്ലേ അല്ലേ? ഞാൻ ഇച്ച തേങ്ങാപ്പാലും കൂടി ഒഴിക്കട്ടെ. അല്ല, അത് ഉപ്പായി പോയി. നമുക്ക് ഈ തേങ്ങാപ്പാലും കൂടി ഒഴിക്കാം. അത് ഭയങ്കര ടേസ്റ്റ്. മട്ടൻ കറി കണക്കില്ലേ അല്ലേ? ബീഫാന്ന് പറയുക ആരെങ്കിലും? ഇല്ല. എന്തോ ഈ കറി എടുക്കുന്നതിന്റെ ഭാഗമായി ഈ തവി എടുക്കും. എന്നിട്ട് ഒരു പാട്ട് പാടി. ഞാൻ സ്വരത്തിന് പകരം എങ്ങോട്ട് പാടി. സ്വരം കാണാതെ അറിയത്തില്ലാത്തോണ്ട് സ്വരം പാടുന്ന. ഇത് ഷെഫ് പ്ലേറ്റ് ചെയ്തു. നമുക്കും ഇനി ഇതേപോലെ തന്നെ ആദ്യം ഷെഫിന് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. എന്നിട്ട് പിന്നെ നമുക്ക് അത് പ്ലേറ്റ് ചെയ്യാം. ഷെഫ് തന്നെ മിക്സ് ചെയ്ത് നമുക്ക് തരും. ഞാൻ പറയുന്നത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുവാണേ. സബോളയൊക്കെ ഇട്ട് വഴറ്റി, മസാലയൊക്കെ ഇട്ട് വഴറ്റിയിട്ടും കറി ശരിയാകില്ല. ഇപ്പൊ നോക്ക് എന്തു നല്ല കറിയാണെന്ന്. ഇത് ഞാൻ പാലയിൽ കൂടെ എല്ലാവർക്കും കൊടുക്കും. ചേച്ചിക്കൊക്കെ ഇഷ്ടമാവും. എന്നാന്നറിയാവോ, നമുക്ക് അധികം എണ്ണ വെള്ളം ഒന്നും വേണല്ലോ. അവർക്ക് ഈ എണ്ണയൊക്കെ പറ്റിയല്ല ദേഷ്യം. ലാസ്റ്റ് ടൈം ഏതുകൊണ്ട് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. എങ്ങനെയുണ്ട്? സൂപ്പർ. കറക്റ്റ് ഉപ്പും. ഞാനേ എൻ്റെ പിള്ളേർക്ക് ഞാനിതുപോലെ ഷെഫ് ഉരുട്ടി കൊടുക്കും. ഭയങ്കര പറയും. അത് മാത്രം അവൾ സമ്മതിക്കും. മമ്മിയുടെ കറികളും മമ്മിയുടെ ടേസ്റ്റ് ഉരുട്ടി തരുന്നതും അതൊന്നും പറയാൻ പറ്റത്തില്ല. അത്ര രുചിയാന്ന് പറയും. അവരൊക്കെ കുഴക്കുന്ന കണ്ടാലോ കഴിക്കുമ്പോൾ ഇത് എങ്ങനെയാണോ കഴിക്കുന്നതെന്ന് ചോദിക്കും. പക്ഷെ ഞാൻ കുഴച്ച് കൊടുത്താലുണ്ടല്ലോ എന്നാ ടേസ്റ്റാന്നറിയാം. കുഴച്ച് വായി ഈ പിള്ളേർക്ക് ഞാനൊരു കുറേ കാലത്തിൽ ചോറ് തിരുന്നറിയാലായിരുന്നേ. ഞാൻ ഈ വാരി കൊടുക്കുന്നുണ്ടല്ലോ. പണ്ടൊക്കെ ഞാൻ എങ്ങനെയാണെന്ന് അറിയാം, വെറും പുളിശ്ശേരിയും പയറോലത്തീതും മാത്രം കൂട്ടി ചോറ് കൊടുക്കും. ഇവർക്ക് അറിയത്തില്ല. ഒത്തിരി കറി കൂട്ടി കഴിച്ചാൽ ഇവർക്ക് ഇഷ്ടമാണ്. എൻ്റെ ആ കൈപ്പുണ്യേ. ഷെഫിനെ ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. ഇനി ഒരുപാട് കാലം ഷെഫ് എല്ലാവർക്കും വെറൈറ്റി ഫുഡുകൾ ഉണ്ടാക്കി തരട്ടെ. ഇനി ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ എന്നെയും വിളിക്കട്ടെ. എനിക്ക് 2 ഉള്ളി വായി തരട്ടെ. എൻ്റെ ജന്മസാവിൽ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ തലവരിയായിരുന്നു. എനിക്കുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഷെഫ്, ഒന്നും പറയണ്ട. ഇനി നമുക്ക് അങ്ങോട്ട് മുകളിലേക്ക് അങ്ങോട്ട് ഇട്ടോ. കഷ്ണമൊക്കെ എടുത്ത് അങ്ങോട്ട് ഇട്ട്. ദൈവമേ.
ഉരുട്ടി കൊടുക്കത്തില്ല. അങ്ങനെയാ ഉരുട്ടിയാ കൊടുക്കുന്നത്. അല്ല എല്ലാം കൂടി ചേർക്കണ്ടേ? ഞാൻ വീട്ടിൽ കൊടുക്കുന്ന പോലെ കേട്ടോ. അങ്ങനെ എനിക്ക് റിമി ടോമിക്ക് വാരി കൊടുത്ത അതേ അമ്മ എനിക്കും വാരി തരാൻ പോവുകയാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്ലീസ്. അതെ. കണ്ണാ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്റെ ചോറൂട്ട് ചാറിനും ഷെഫിന് കൊടുക്കാൻ പോവുക. ഓക്കെ. ഇത്രയും നേരം ഉരുട്ടാടുന്നില്ലേ? സൂപ്പർ അല്ലേ? എന്താണ് പറയാനുള്ളത്? ഞാൻ വെച്ചുതരാം. നീ തരാം. എണ്ണയായിരുന്നു കൊടുക്കുന്നു സത്യസന്ധമായി. അല്ലേ? സൂപ്പർ അല്ലേ? ചമ്മന്തി നല്ലതാ കേട്ടോ. അടിപൊളി. നല്ലൊരു എപ്പിസോഡായിരുന്നു അല്ലേ? നല്ല ഫുഡ്. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നല്ല കിടിലനായി ഗംഭീരമായി നമ്മൾ ചെയ്ത്. അപ്പം നമ്മുടെ ഈ എപ്പിസോഡിൽ നിന്ന് റാണിമ വന്നിട്ട് വെറും കൈയോടെ നമുക്ക് വിടാൻ പറ്റൂല. നല്ല ചോറൊക്കെ വെച്ചില്ലേ? കുറച്ച് ഗിഫ്റ്റുകൾ ഉണ്ട് റാണിമയ്ക്ക്. മാത്രമല്ല ഞങ്ങൾ ഇനിയും വിളിക്കും ചെയ്യും. ഇനിയും വരണം. ഇതൊരു തുടക്കം മാത്രം. എനിക്ക് ഇത് കൊണ്ട് കുക്കർ വേണം. പായം തന്നെ നമ്മുടെ KSന്റെ ഫുഡ് പ്രൊഡക്ട്സ് ആണ്. തലമുറകൾ കൈമാറി വന്ന തലമുറകളാ? ശരി. അതെയോ? പ്രകൃതിയിൽ നിന്ന് നേരിട്ട് നമ്മുടെ കേരനാടിന്റെ കോക്കനട്ട് ഡ്രിങ്കിങ് വാട്ടർ ആണ്. നാച്ചുറൽ കോക്കനട്ട് ഡ്രിങ്ക് ആണ്. ടെൻഡർ കോക്കനട്ട് നാച്ചുറൽ കോക്കനട്ട് ഡ്രിങ്ക് ആണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഡഡ് ഷുഗർ ഒന്നും ഇതിന്റെ അകത്ത് ആഡ് ചെയ്തിട്ടില്ല. റിഫ്രഷിംഗ് ആൻഡ് എനർജറ്റിക് ആണ്. ഇതാണ് നമ്മുടെ അടുത്ത ഗിഫ്റ്റ്. ഓണം പപ്പടമാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറുമുറ കുറയ്ക്കാനും അതുപോലെ കലർപ്പില്ലാത്ത ശുദ്ധമായിട്ടുള്ള ഓണം പപ്പടമാണ്. ഓണത്തിനെടുക്കാൻ നമുക്ക് വേണമെങ്കിൽ നേരത്തെ മികച്ച ഉഴുന്നും പപ്പടക്കാരവും മാത്രം ഉപയോഗിച്ചുണ്ടായ ഒരു ശുദ്ധമായ പപ്പടമാണ്. അപ്പൊ ലഷിന്റെ പലഹാരങ്ങള് മിക്സ്ചർ അതുപോലെ തന്നെ ചിപ്സ് ഓരോ ബൈറ്റിലും ടേസ്റ്റ്, ഓരോ ബൈറ്റിലും ട്രസ്റ്റ്. പുട്ട് ഇഷ്ടമാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു 4-5 മാസത്തേക്കുള്ള പുട്ട് പൊടിയാണ്. മേജർ പുട്ട് പുട്ടും പഴം എനിക്ക് ഇഷ്ടമാണ്. പുട്ട് പയർ പപ്പടം മീൻകറി കഴിക്കണം. തള്ളുകൂടും. ഇപ്പൊ മേജർ പുട്ടുപൊടിയാണ്. ഒരു ഇത്തിരി പൊടിക്ക് ഒത്തിരി പുട്ട്. ദൈവമേ കൊണ്ടുവരണോ എല്ലാം കൂടി ചവക്കാനായിട്ട്. ഇപ്പൊ നുവ പാക്ഡ് ഡ്രിങ്കിങ് വാട്ടർ ആണ്. ഓക്കെ എന്റെ മോളെ, എല്ലാരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് തരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കും. ഈ വെള്ളം തന്നവരെ എല്ലാരും അനുഗ്രഹിക്കട്ടെ. ഓക്കെ. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഒരു ഫണ്ണായിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള രുചി, കറിയുടെ രുചി ഉണ്ടല്ലോ കൈയെന്ന് പോയിട്ടില്ല. ചിലര് പറയണ്ടല്ലോ കൈ മണത്താ മതി ചോറുണ്ടായെന്ന് പറയും. അതാണ് ഈ കറി, അതാണ് ഈ കറി. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. റാണിമ വന്നിട്ട് തകർത്തു. അതെ, സൂപ്പർ ആയിരുന്നു. പക്ഷെ ഇനി നമ്മൾ വെറുതെ വിട്ടിട്ടില്ല. നമുക്ക് ഒരു എപ്പിസോഡും കൂടെ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ കൂടുതൽ വിശേഷങ്ങള് നമ്മൾ ആ എപ്പിസോഡ് ചോദിച്ച് ചിരിച്ചും ഡാൻസ് കളിച്ചും പാട്ട് പാടിയും ഒക്കെ നമ്മൾ തകർക്കുന്നതായിരിക്കും. അപ്പൊ അതുവരേക്കും യെസ് അതുവരേക്ക് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വിട പറയാണ് അല്ലെ. അപ്പൊ അടുത്ത എപ്പിസോഡ് നമ്മൾ വീണ്ടും ഒത്തിരി അധികം റെസിപ്പീസ് ആയിട്ട് പിന്നെ ഫുൾ ഫൺ ആയിട്ട് നമ്മൾ പിന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും സൈനിങ് ഓഫ് ഫ്രം നേഹ മാത്യു ആൻഡ് നമ്മുടെ റാണിമ. ബൈ ബൈ.